ഇപ്പോൾ ഈ കേരള സ്റ്റോറി എല്ലായിടത്തും കാണിക്കാൻ വേണ്ടി തത്രപ്പെടുന്ന ചില ബിഷപ്പുമാരുണ്ട്. എല്ലാവരുമല്ല, അപൂർവം ചില ബിഷപ്പുമാരുണ്ട്. അഭിവന്ദ്യ അത്തരം ബിഷപ്പുമാർ. അവർ ദയവായി ഒന്ന് വായിക്കണം ബഞ്ച് ഓഫ് തോട്ട്സ്. അതിൽ പറയുന്നുണ്ട്, ആദ്യത്തെ ശത്രു മുസ്ലിമുകൾ, രണ്ടാം ശത്രു ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൽ പറയുകയാണ് ക്രിസ്ത്യാനികളെ പറ്റി, റോമിൽ നിന്നുള്ള പണം കൈപ്പറ്റിക്കൊണ്ട് മതപരിവർത്തനം വഴി സമൂഹത്തിൽ അന്തഃഛിദ്രമുണ്ടാക്കുന്നവരാണ് ക്രിസ്ത്യൻസ് എന്നാണ് അതിന് പരാമർശം. അതുകൊണ്ട് അത്തരം ബിഷപ്പുമാർ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് സദാചാരബോധമുണ്ടാക്കാൻ, അവരാരും പ്രണയക്കുരുക്കിൽപ്പെട്ടു പോകാതിരിക്കാൻ ഉള്ള ഒറ്റമൂലിയായി അവരെ എല്ലാവരെയും കേരള സ്റ്റോറി കാണിക്കാൻ വേണ്ടി തത്രപ്പെടുന്ന അഭിവന്ദ്യ ബിഷപ്പുമാർ എല്ലാവരുമല്ല, കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ച് ബിഷപ്പുമാർ ദയവായി 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 ബഞ്ച് ഓഫ് തോട്ട്സ് വായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതറിയുന്നവരാണ് ഒരുപാട് ബിഷപ്പുമാർ. എല്ലാ സഭകളിലെയും ഭൂരിപക്ഷ ബിഷപ്പുമാരും ആ വഴിക്ക് പോകുന്നില്ല. അവരും അതിനെപ്പറ്റി ബോധവാന്മാരാണ് ഞാൻ ഈ പറയുന്ന കാര്യം. പക്ഷേ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ക്രിസ്ത്യൻ വചനം. നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത്. ഈ അപൂർവം ബിഷപ്പുമാർ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് പൊറുക്കണമോ വേണ്ടയോ എന്ന് കർത്താവ് തീരുമാനിക്കട്ടെ. പക്ഷെ എന്തായാലും അത്തരം ബിഷപ്പുമാർക്ക് കൂടി ഒരു വിലപ്പെട്ട പാഠമായിരിക്കും ഇത്രയൊരു വായന, ബഞ്ച് ഓഫ് തോട്ട്സിൻ്റെ വായന. അത് നിൽക്കട്ടെ. ആ ബഞ്ച് ഓഫ് തോട്ട്സിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഗോൾവക്കറുമായി. ആ ഇൻ്റർവ്യൂവിൽ ചോദ്യകർത്താവ് ഈ ചോദ്യം ചോദിച്ചു: നിങ്ങൾ ഭാവനയിൽ കാണുന്ന ഹിന്ദുരാഷ്ട്രത്തിൽ എന്തായിരിക്കും ന്യൂനപക്ഷങ്ങളുടെ പദവി? ആ ചോദ്യം അന്നും പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. RSSും BJPയും കൊട്ടിഘോഷിക്കുന്ന, ലക്ഷ്യമാക്കുന്ന ഹിന്ദുരാഷ്ട്രത്തിൽ എവിടെയായിരിക്കും ന്യൂനപക്ഷങ്ങളുടെ പദവി? എന്തായിരിക്കും ആ പദവി? അക്ഷോഭ്യനായി നല്ല വ്യക്തതയോടുകൂടി അന്ന് ഗോൾവക്കർ പറഞ്ഞു, വൈ ഡു ദേ അഫ്രൈഡ്? അവർക്കെന്തിനാണ് പേടി? എന്തിനാണ്? അദ്ദേഹം പറയുകയാണ്, രാഷ്ട്രത്തിൻ്റെ മതം അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർക്ക് ഇവിടെ പൗരന്മാരായി ജീവിക്കാം. അല്ലാത്ത പക്ഷം വോട്ടവകാശം പോലുമില്ലാതെ വിദേശികളെപ്പോലെ അവർക്ക് വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടാ. ഇതാണ് ഗോൾവക്കറുടെ വാചകം. രാഷ്ട്രത്തിൻ്റെ മതം അങ്ങനെയൊന്നും ഇന്ത്യക്കുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം, LDF ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, രാഷ്ട്രത്തിൻ്റെ മതം എന്ന ഒന്ന് ഇന്ത്യക്കില്ല. അങ്ങനെ ഒന്നുണ്ടായാൽ ആ നിമിഷം ഇന്ത്യ തകരും. എല്ലാ മതങ്ങളും ഇന്ത്യക്ക് വേണം. എല്ലാ മതങ്ങൾക്കും ഇവിടെ ഇടമുണ്ട്. ലോകത്തുള്ള എല്ലാ ചിന്തകൾക്കും എല്ലാ മതങ്ങൾക്കും ഇടം കൊടുത്ത നാടാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ മഹത്വം. ഈ മഹത്തായ നാടിനെ ഏകമതത്തിൻ്റെ നാടാക്കി മാറ്റിയാൽ, രാഷ്ട്രത്തിൻ്റെ മതമായി ഒരു മതത്തെ മാറ്റിയാൽ, ആ മതം മുഴുവനുമല്ല, അതിലെ ബ്രാഹ്മണ ക്ഷത്രിയ സബന്ധ ഭാഗത്തെ മാത്രം മാറ്റിയാൽ, അതിൽ തന്നെ RSS BJP നിഘണ്ടുവിൽ പിന്നോക്കക്കാർ ഹിന്ദുവല്ലല്ലോ, അവർ പഞ്ചമന്മാരാണ്. ദളിതർ, ആദിവാസികൾ അവരെല്ലാം പുറത്താണ്. വോട്ട് മാത്രം മതി അവരെ, അത് കഴിഞ്ഞാൽ അവരൊക്കെ പുറത്താണ്. ചാതുർവർണ്ണയത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അതേ ഉള്ളൂ ചാതുർവർണ്ണയത്തിൽ. അതാണ് മയാസക്തമാണെന്ന് BJP പഠിപ്പിക്കുന്നത്.
എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയല്ല ബി ജെ പി നിൽക്കുന്നത്. ബി ജെ പി ചാതുർവർണ്ണത്തിൻ്റെ പാർട്ടിയാണ്. ബി ജെ പി ചാതുർവർണ്ണ ഹിന്ദുക്കളുടെ പാർട്ടിയാണ്. ബ്രാഹ്മണനെയും ക്ഷത്രിയനെയുമാണ് ആ പാർട്ടി മാനിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ ധാരയുടെ സ്ഥാനാർത്ഥിയാണ് ഈ പറഞ്ഞ വലിയ ബിസിനസ് ഡോൺ. മറ്റേയാളും ഒട്ടും കുറവല്ല. നമുക്ക് തിരുവനന്തപുരം ഒരു കേസ് സ്റ്റഡി നടത്താം. തിരുവനന്തപുരം LDF, UDF, BJP, NDA. LDF സ്ഥാനാർത്ഥി എല്ലാവർക്കും അറിയാം ആരാണെന്ന്. UDFിനെയും BJPയെയും എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയം ഒരു ആകാം. മുഖ്യമായി പണം, ബിസിനസ്, അങ്ങനെ ഒരുപാട് പണമുണ്ടാക്കിയ ആളുകൾ, വലിയ പണക്കാർ. ആ പണത്തിൻ്റെ ധാരാളത്വം കൊണ്ട്, അതിൻ്റെ പ്രബളത്വം കൊണ്ട്, മിന്നലാട്ടം കൊണ്ട് ജനങ്ങളെല്ലാം വിളിക്കുകയാണ് വാന്ന്. മറ്റൊരാൾ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളുടെയും ജനകീയതയുടെയും നിസ്വാർത്ഥതയുടെയും അർപ്പണബോധത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് LDF സ്ഥാനാർത്ഥി. ഞാൻ ലോകത്ത് നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ചുരുങ്ങിയാൽ ഞാൻ പറയും തിരുവനന്തപുരം തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ മലയോരങ്ങളും തീരപ്രദേശങ്ങളും അടക്കം, ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യൻസും അടക്കം എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യർ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകേണ്ടത് ഈ പറയുന്ന ജനങ്ങളെ അറിയാത്ത, വോട്ടുകാലം വരുമ്പോൾ മാത്രം ജനങ്ങളെ തേടി വരുന്ന, അത് കഴിഞ്ഞാൽ ക്യാഹായി എന്ന് ചോദിക്കുന്ന ഇത്തരം വലിയ വലിയ പണപ്രഭുക്കളല്ല, മറിച്ച് ജനങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ഒരു ജനകീയ നേതാവ് വേണം MP ആകാനെന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ പൊതുസ്ഥിതി. ഈ സ്ഥിതിയെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് 20 നേടിക്കൊണ്ട് LDF ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം, RSS വിരുദ്ധ രാഷ്ട്രീയം, BJPയെ തടയുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് വേണ്ടി കൈവക്കാൻ ഏറ്റവും പ്രാപ്തരായ കരുത്തുള്ള 20 പേരെ LDF പറഞ്ഞയക്കും. ആ പ്രവർത്തനത്തിൽ ഞങ്ങളെല്ലാം വ്യാപൃതരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.